സന്തോഷത്തോടുകൂടി അങ്ങ് ചെയ്യണമെന്നേ. എവിടെ കോളേജ് എവിടെ? ഇവിടെ ഈ മാധവപുരത്ത്. ഏയ് നമ്മുടെ താലൂക്ക് ഓഫീസ് കഴിഞ്ഞിട്ടല്ലേ? അതെ. അവിടെ തന്നെ ഞാൻ താലൂക്ക് ഓഫീസ് വഴിയല്ലേ? അയ്യോ കേറില്ല. അല്ല ഇത് ആ വഴിയാന്നേ. അല്ല ഞാൻ വന്നോളാം. ഇനിയിപ്പോ വരാടോ പോയി ഇയാൾ കിടന്ന് പോവാ. ആന്നേ ഞാനും 2 മാസം ബസ്സിലെ കിളിയായിരുന്നു. പക്ഷെ സ്ത്രീകൾ കയറുമ്പോ ഇതേ കണക്ക് പോസ്റ്റിട്ട പോലെ നിൽക്കുകയില്ലായിരുന്നു. ചേട്ടാ 2 ടിക്കറ്റ്, ഒരു താലൂക്ക് ഓഫീസ്, മാധവപുരം, ഒരു മാധവപുരം. ഹലോ, എന്നാ പേരെന്നാ? രാധാകൃഷ്ണൻ. അല്ലാതെ രാധാന്നല്ലല്ലോ. ഇതേ സ്ത്രീകളുടെ സീറ്റാ. സ്ത്രീകൾ ഇതുപോലെ നിൽക്കുമ്പോഴാണോ ഇതുപോലെ പുരുഷന്മാരെ കയറിയിരിക്കുന്നത്? ആ എണീറ്റ് എണീറ്റ്. താൻ അവിടെ ഇരിക്കണോ? പിന്നെ അല്ല വേണ്ട. നീ മരുന്ന്. ഇതേ നിയമങ്ങൾ അനുസരിക്കാൻ തന്നെയുള്ളതാ. എവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പാടില്ലെന്നുള്ള ബോർഡ് കണ്ടുകഴിഞ്ഞാൽ അവിടെ മൂത്രമൊഴിക്കുന്ന പാർട്ടികളാ. ഒന്ന് പതുക്കെ പറടൂ. ആ ഇതുപോലെ പതുങ്ങി നിൽക്കുന്നോണ്ടാ അമ്മ പെങ്ങന്മാർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്നത്. അതെ ഞങ്ങളുടെ നാട്ടിലൊരുത്തരുണ്ട്. എന്റെ നാട് തോനക്കാടാ. ഒരു ഫിലിപ്പ്. ആകാശത്തിന് താഴെ അവൻ മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. വായി തോന്നി എന്തും വിളിച്ചു പറയും. പെണ്ണുങ്ങളെ ഓക്കെ വഴി നടക്കാൻ സമ്മതിക്കുകയല്ല. അവസാനം ഞാനും കിഴക്കേതിലെ ജ്യോതിയും പ്രകാശനും കൂടി അവൻ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു. ആ പറഞ്ഞില്ലല്ലോ, പ്രകാശൻ അപ്പം മിലിറ്ററിയില്ല. അങ്ങനെ ഞാനും ജ്യോതിയും പ്രകാശനും. പൊന്നു സഹോദര, ഞാൻ തോറ്റു. ഇതെന്താ റേഡിയോ ആണോ? ഇതിലും ഭേദം നിൽക്കണം. ഇങ്ങോട്ടിരുന്നോളൂ. എന്റെ അമ്മോ, ഇനി ചേച്ചി പോയിരുന്നോളൂ. സ്ഥലമുണ്ടല്ലോ, കറക്റ്റ് സീറ്റ്. അതാ നല്ലത്. പുതുമോടിയാണല്ലേ? ഹലോ, ഞാനും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബഹളം വെച്ച് ഭാര്യയ്ക്ക് സീറ്റൊക്കെ പിടിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതന്ന്. ഇപ്പൊ ഞാണ്ടല്ലോ എവിടെങ്കിലും പോയി ഇരിക്കാൻ പറയും. കല്യാണം കടുപ്പം തന്നെ സ്വാമിയേ.